ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ്. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. ജനക്കൂട്ട നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ശക്തമായ ഒരു തിരുവചനമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന നമുക്ക് വേണ്ടി തന്നെ കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു തിരുവചനമാണ്. അവരുടെ വിശ്വാസം ഈ രോഗിയുടെ വിശ്വാസമല്ല. രോഗി തളർന്നു കിടക്കുവാണ്. അപ്പോൾ ആ രോഗിയെ കൊണ്ടുവന്ന അവര് കർത്താവിൻ്റെ മുൻപിൽ എത്തിച്ചാൽ ഈ വ്യക്തി സുഖം പ്രാപിക്കുമെന്നുള്ള അവരുടെ ആഴമായ വിശ്വാസമാണ് അവരെ പുരമുകളിൽ കൂടി ഓടിളക്കി താഴേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഓരോ വ്യക്തികളെ ഇതുപോലെ സർവശക്തനായ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തും. ഇതിൽ വിശ്വസിക്കുക, ആഴപ്പെടുക, ആഴമായ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു പോവുക. ആ ഒരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ ആഴപ്പെട്ട് നമുക്ക് അനേകരെ രക്ഷയിലേക്ക്, ലോകം മുഴുവനുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.